ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം സോളാർ സംബന്ധിച്ചുള്ള അനുമതികൾ ലഭിക്കുന്ന നടപടിക്രമങ്ങൾ വീണ്ടും ലഘൂകരിക്കപ്പെട്ടു. ആ വിഷയം എങ്ങനെയാണ്, അത് സംബന്ധിച്ചുള്ള വിവരം എന്താണ്, അതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വിഷയത്തിനായി ഈ സ്ക്രീനിൽ കാണുന്ന ഈ സ്കീമാറ്റിക് ഡയഗ്രം എടുക്കാം. ഇതിൽ ഞാൻ റെഡ് കളറിൽ കാണിക്കുന്നത് എൻ്റെ പുതിയ വർക്കാണ്. എനിക്ക് നിലവിൽ ഒരു ജനറേറ്റർ ഉണ്ട്. അത് 62.5 kVA ജനറേറ്ററാണ്. അതിനെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും അനുമതി വാങ്ങിച്ചിട്ട് 2 മാസമായതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു ATS ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച്. അതായത് KCB പോയാൽ ജനറേറ്റർ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി ഈ സ്വിച്ച് ജനറേറ്ററിലേക്ക് വീണുകൊള്ളും. അതായത് ഒരു സപ്ലൈ പോയാൽ അടുത്ത സപ്ലൈ വരും. ഇനി ആ സപ്ലൈ വന്നാൽ ഇത് തിരിച്ച് ATS മറ്റേ പൊസിഷനിലേക്ക് മാറും. അപ്പോൾ ഇതിനാണ് ഞാൻ അനുമതി വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ പാനലിൽ ഒരു ഫീഡറിലേക്ക് ഞാനൊരു സോളാർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആ സോളാറിൻ്റെ കപ്പാസിറ്റി 40 ഉള്ളൂ, 50 ഇല്ല, അല്ലെങ്കിൽ 50-ന് മുകളിലല്ല. നമുക്ക് നിലവിലുള്ള ഉത്തരവ് പ്രകാരം ഇതിന് അനുമതി വേണ്ട. 50 kWp മുകളിലുള്ള സോളാറിന് മാത്രം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുമതി മതി. അപ്പോൾ ഈ കേസിൽ സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ജനറേറ്ററും കൂടെ ഉള്ളത് കൊണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുമതി ഉള്ള ജനറേറ്ററും കൂടെ ഉള്ളപ്പോൾ അതിന് എനിക്ക് ലഭിച്ചിരിക്കുന്ന സാങ്ഷൻ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ ആ സർക്യൂട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ, ഇനി അഡീഷൻ ഓർ ആൾട്ടറേഷൻ നടത്തിയാൽ ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ അറിയിച്ച് അതിൻ്റെ അനുമതി വാങ്ങിച്ചിട്ടേ ചെയ്യാവൂ എന്ന് റിട്ടേൺ ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് പുതിയൊരു സർക്കുലർ 17/11/2023 ഈ കഴിഞ്ഞ മാസം ഇറങ്ങി. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് 50 kWp സോളാർ വരെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് റോളില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലറാണ്. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. റെഗുലേഷൻ 45-ന്റെ 6 പ്രകാരമുള്ളതാണെങ്കിൽ അനുമതി വേണം. എന്താണ് ഈ 45(6) എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് റെഗുലേഷൻ 2023 സേഫ്റ്റി റെഗുലേഷൻ. അതിൻ്റെ 45-ാമത്തെ റെഗുലേഷനാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 6 ആണ്. ഇതിലെ ഒരു മെയിൻ പോയിൻ്റ്, ഇവിടെ ഒരു നോട്ടിഫൈഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ആ നോട്ടിഫൈഡ് വോൾട്ടേജിന് മുകളിലുള്ളത് മാത്രം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിച്ചാൽ മതി. അതിന് താഴോട്ടുള്ളത് സെൽഫ് സർട്ടിഫിക്കേഷൻ മതി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രൊസീജിയറൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതൊന്നും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കയറുന്നില്ല. ഇതിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിൻ്റ്, ഈ റെഗുലേഷൻ 3-ൽ, ഇതിൻ്റെ സബ് റെഗുലേഷൻ 3-ൽ പറയുന്നുണ്ട്, ഈ നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലെ നോട്ടിഫൈഡ് വോൾട്ടേജിന് മുകളിലുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കണം. അതുകൂടാതെ റെഗുലേഷൻ 34, അതായത് നേരത്തെ ഞാനൊരു ജനറേറ്റർ കാണിച്ചില്ലേ, ആ ജനറേറ്ററിന് എനിക്ക് അനുമതി കിട്ടിയത് ഈ റെഗുലേഷൻ 34 പ്രകാരമാണ്. അങ്ങനെയുള്ള ജനറേറ്ററും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ താഴോട്ട് പോകുമ്പോൾ, ഈ 45-ന്റെ റെഗുലേഷനിൽ താഴോട്ട് പോകുമ്പോൾ ഇവിടെയാണ് 45(6) ഉള്ളത്. ദി ഓണർ ഓഫ് എനി ഇൻസ്റ്റലേഷൻ, മുകളിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഓണർ ഓഫ് എനി ഇൻസ്റ്റലേഷൻ എന്നല്ല, നോട്ടിഫൈഡ് വോൾട്ടേജും കൂടെ വെച്ച് അവിടെ പലയിടത്തും പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴവിടെ നോട്ടിഫൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നില്ല, ആ വാക്ക് പറയുന്നില്ല. അതിന് പകരം ഇവിടെ രണ്ടും കൂടെ ചേർത്താണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ നോട്ടിഫൈഡ് വോൾട്ടേജ് എഴുതേണ്ട കാര്യമില്ല. കാരണം താഴെയുള്ളത് ഇങ്ങനെയും മുകളിലുള്ളത് ഇലക്ട്രിക് ഇൻസ്പെക്ടറും പരിശോധിക്കണം എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. പക്ഷേ സംശയം വരുന്നത്, ഇവിടെ എനി ഇൻസ്റ്റലേഷൻ എന്നാണ് പറഞ്ഞത്. ആ എനി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ 45-ന്റെ അണ്ടറിലായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം, റെഗുലേഷൻ 45-ന് അനുസരിച്ചുള്ള ഏത് ഇൻസ്റ്റലേഷനിലായാലും ഈ അഡീഷൻ ഓർ ആൾട്ടറേഷൻ വന്നാൽ ഈ പറയുന്ന നടപടിക്രമം ചെയ്യണം. അപ്പോൾ നമ്മൾക്കിപ്പോൾ കാണിച്ച സർക്കുലർ ഓക്കെയാണ്. 45(6) പ്രകാരമുള്ള ഇത് മാത്രം സോളാറിൻ്റെ 50 മുതൽ 50-ന് താഴോട്ടുള്ളത്, 50 മുതൽ താഴോട്ടുള്ളതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുമതി മതി.
അതായത് HT അല്ലെങ്കിൽ 45 റെഗുലേഷൻ 45 പ്രകാരമുള്ളതിന് മാത്രം മതി എന്ന് വ്യക്തമാണ്. അതിൻ്റെ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് നമ്മുടെ ഈ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഈ സർക്കുലറും ഉപകാരപ്പെടുന്നു. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ പേപ്പർ, ഈ കാണിക്കുന്ന ഈ പേപ്പർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ സബ്മിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് KSEBക്ക് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ ചെയ്യാം. പക്ഷേ KSEB ഇതിൻ്റെ പരിശോധനകൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് നോക്കുന്ന അതേ തീവ്രതയോടെ നോക്കുന്നുണ്ടോ? അതൊന്ന്. രണ്ടാമത്, ഈ 45(6) കാര്യം ക്രമീകരിച്ചുകൊണ്ട് ഇങ്ങനെയല്ല ഒരു സർക്കുലർ ഇറക്കിയല്ലോ. പക്ഷേ ഇത് മുൻകാലത്ത് എങ്ങനെയായിരുന്നു? ഈ റെഗുലേഷൻ 23 വരുന്നതിന് മുൻപ് ഇങ്ങനെയല്ലായിരുന്നു. ഈ അഡീഷണൽ അൾട്ടറേഷൻ, അതായത് ജനറേറ്ററിലെ ഒരു ഇവിടെ പറഞ്ഞല്ലോ റെഗുലേഷൻ 34 എന്ന് പറഞ്ഞല്ലോ, ആ റെഗുലേഷൻ 34 പ്രകാരം അനുമതി കൊടുക്കുന്ന ജനറേറ്ററിൻ്റെ അഡീഷൻ ഓർ അൾട്ടറേഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണ്ടായിരുന്നോ? ഇപ്പോഴത്തെ നിയമത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടാണോ ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നതെന്നും കൂടി നമുക്ക് നോക്കേണ്ടിയിരിക്കുകയാണ്. ഇതാണ് നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ ഡെഫിനിഷൻ. ഈ റെഗുലേഷൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഗുലേഷൻ 32-ന്, അതായത് പീരിയോഡിക്കൽ ഇൻസ്പെക്ഷന് ഈ നോട്ടിഫൈഡ് വോൾട്ടേജ് 250 വോൾട്ടാണ് ലിമിറ്റ്, മറ്റേതിന് 650 വോൾട്ടുമാണ് ലിമിറ്റ്, അതായത് റെഗുലേഷൻ 45-ന്. അതൊക്കെ ഇരുന്നോട്ട്, അതൊന്നും നമുക്ക് വലിയ കാര്യമില്ല. ഇതാണ് ഗവൺമെൻറ് ഓർഡർ നോട്ടിഫൈഡ് വോൾട്ടേജ് തീരുമാനിച്ചുകൊണ്ട് കേരള സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ പകർപ്പുമാണിത്. ഇനി അത് കഴിഞ്ഞ് വേറൊരു ഓർഡർ ഇറങ്ങിയത്, അതായത് ഈ പഴയ 2017 ഈ ഓർഡറിനെ അല്പം മോഡിഫൈ ചെയ്തുകൊണ്ട് ഇറക്കിയ ഓർഡർ ആണിത്. അതിൽ നോട്ടിഫൈഡ് വോൾട്ടേജിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ഒരു പോയിൻ്റ് ഇവിടെ എടുത്തു കാണിക്കാനുള്ളത്, അവിടെ 30 kVA ജനറേറ്ററിന് 30 kVA വരെയുള്ള ജനറേറ്റർ ഇൻഡസ്ട്രീസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെർമിഷൻ്റെ ആവശ്യമില്ല, എക്സെപ്റ്റ് ഹൈ ടെൻഷൻ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ്. അതായത് HT ഇൻസ്റ്റലേഷൻസ് ഒക്കെ ആണെങ്കിൽ ഈ 30 kVA വെക്കുന്നതിനും പെർമിഷൻ വേണം. എന്ന് പറഞ്ഞാൽ HT എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ പറഞ്ഞ 45(6) ഇതാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് ഇറക്കിയ ആ ഉത്തരവിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. 7/1/2023 ഇറങ്ങിയ ആ ഓർഡറിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു. അതായത് HTക്ക് മാത്രം ഇത് ആപ്ലിക്കബിൾ ആയാൽ മതി, ബാക്കിയുള്ളതിന് ഇത് പ്രാധാന്യമില്ല, ആ തരത്തിൽ മതി എന്നൊരു തീരുമാനം അന്നേ ഉണ്ടായിരുന്നു. ഇതാണ് റെഗുലേഷൻ 34. ജനറേറ്ററിൻ്റെ അനുമതി വാങ്ങിക്കണമെന്ന് ഈ 2023 റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരൊറ്റ ക്ലോസ് കൊണ്ട് തന്നെ ഈ റെഗുലേഷൻ കംപ്ലീറ്റ് തീരുകയാണ്. അതായത് സ്റ്റേറ്റ് തീരുമാനിക്കണം എത്ര kVA മുതലാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണ്ടിയത്. അതിന് താഴോട്ടുള്ള കപ്പാസിറ്റി, ഇപ്പം 30 ആണെങ്കിൽ 30-ന് താഴോട്ടുള്ള കപ്പാസിറ്റിയുള്ള ജനറേറ്റർ എന്ത് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പഴയ നിയമങ്ങളൊന്ന് ഓടിച്ചു പരിശോധിച്ചിട്ട് നിർത്താം. ഇതിലെ റെഗുലേഷൻ 56 ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന റൂള്. ഇതിലെ ജനറേറ്ററിൻ്റെ റൂളാണ് ഈ 47A. അതിലും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒറ്റ ക്ലോസ് കൊണ്ട് തന്നെ കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. ജനറേറ്റർ 10 kW മുതൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണമെന്ന് ഈ 56-ൽ പറഞ്ഞു. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ അഡീഷണൽ ആൾട്ടറേഷൻ്റെ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറയുന്ന ഈ 45-ന് പകരമുള്ള അന്നുണ്ടായിരുന്ന 63 ഹൈ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് പ്രതിഷ്ഠാപനങ്ങൾക്കെല്ലാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ 63(3) പറയുന്നു ഇതിന് ഹൈ എക്സ്ട്രാ ഹൈ വോൾട്ടേജിൽ എന്തെങ്കിലും അഡീഷണൽ ആൾട്ടറേഷൻ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണമെന്നും പറയുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അന്ന് ഇത് പറഞ്ഞിട്ടില്ല. ജനറേറ്ററിൻ്റെ അഡീഷണൽ ആൾട്ടറേഷൻ ഉണ്ടെങ്കിൽ പെർമിഷൻ വേണമെന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ 63-ൽ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഇത് ആ സമയത്ത് 56-ലെ വോൾട്ടേജിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിൽ മീഡിയം വോൾട്ടേജ് എന്ന് പറഞ്ഞത് ഇത് നോട്ട് ചെയ്യുക. 650 വരെയുള്ളതിനാണ് നമ്മൾ മീഡിയം വോൾട്ടേജ് എന്ന് പറയുന്നത്. ഭാവിയിൽ വന്ന നിയമങ്ങളിലെല്ലാം ആ 650 എന്ന് പറഞ്ഞ വോൾട്ടേജിനെ എടുത്ത് അവർ ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് 2010-ലെ നിയമമാണ്. അതിൽ 32-ൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒറ്റ ക്ലോസ് കൊണ്ട് കാര്യം കഴിഞ്ഞിരിക്കുക. അതിനകത്ത് ഈ പറഞ്ഞ പോലെ അഡീഷണൽ ആൾട്ടറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി 45-ന് പകരം പഴയ നിയമത്തിൽ ഈ 2010-ൽ അത് 43 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിലുള്ള വ്യത്യാസങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കിപ്പോവാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ നോട്ടിഫൈഡ് വോൾട്ടേജ് പറയുന്നുണ്ട്, അതിന് മുകളിലും താഴെ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് പഴയതുപോലെ തന്നെയാണ്. ഈ റെഗുലേഷൻ 3 സബ് റെഗുലേഷൻ 3-ൽ പറയുന്നുണ്ട്, ഇൻ അഡീഷൻ ഈ നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ കാര്യം പറയുന്നത് കൂടാതെ
റെഗുലേഷൻ 32, അതായത് നമ്മൾ ജനറേറ്ററിന് പെർമിഷൻ കൊടുക്കുന്ന പരിശോധനകളും അതിൻ്റെ കൂടെ ചേർത്ത് ഒറ്റ ഒരു സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് രണ്ടും നിങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ റെഗുലേഷൻ 6 സബ് റെഗുലേഷൻ, അതായത് 43-ൻ്റെ സബ് റെഗുലേഷൻ 6 കഴിഞ്ഞ 6 പറഞ്ഞേക്കുന്നത് എനി ഇൻസ്റ്റലേഷൻ ഓഫ് വോൾട്ടേജ് എബോവ് നോട്ടിഫൈഡ് വോൾട്ടേജ്, അത് ഇന്നത് ചെയ്യണം. അവിടെ നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ ചേർത്താണ് ആ ഇൻസ്റ്റലേഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞില്ല. 7 റെഗുലേഷൻ സബ് റെഗുലേഷൻ 7 പറഞ്ഞിരിക്കുന്ന എനി ഇൻസ്റ്റലേഷൻ, അതിൽ അഡീഷൻ ഓർ അൾട്രേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം, അതായത് ഇലക്ട്രിക് ഇൻസ്പെക്ടർക്ക് കൊടുക്കുകയും വേണം, അല്ലാതുള്ളതിന് താഴെയുള്ളതിന് സെൽഫ് ഓർ കണ്ടില്ലേ ഇലക്ട്രിക് ഇൻസ്പെക്ടർ ഓർ സെൽഫ് സർട്ടിഫൈഡ്. അപ്പോൾ ഇവിടെ ഈ നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ കൺഫ്യൂഷൻ വരുന്ന എനി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന 43 പ്രകാരമുള്ള എനി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇടയ്ക്ക് ഒരു ക്ലോസിൽ ഈ റെഗുലേഷൻ 32 പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ റെഗുലേഷൻ 32-ൽ ഈ അഡിഷൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്ന ഈ 43(7) മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, അന്നും നമ്മൾ ഈ അഡീഷണൽ ആൾട്ടറേഷന് പെർമിഷൻ കൊടുത്തല്ലോ. പിന്നെ ഇപ്പോൾ വന്ന നിയമത്തിൽ എന്താണ് വ്യത്യാസം? ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കത്തക്കോണം എന്തെങ്കിലും ഒരു ചേഞ്ച് ഇതിൻ്റെ അകത്തുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാരണം വരേണ്ട കാര്യമില്ല. നേരത്തെയുള്ള നിയമങ്ങളിൽ എന്തുണ്ടായിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴത്തെ നിയമത്തിലും. പിന്നെ എവിടെയാണ് പ്രശ്നം? നമ്മളിത് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ്. കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ വർക്ക് ലോഡ് കൂടുതലായിട്ട് തോന്നിയിട്ട് പതുക്കെ ആ ബാധ്യതകൾ ഒഴിവാക്കുന്നതാണോ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പാർട്ടായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രഷറും കൂടി വരുന്നത് കൊണ്ട് അതിൻ്റെ വർക്കുകളിൽ ലഘൂകരിക്കപ്പെടുന്നതാണോ, അതോ ഈ പുതിയ സോളാർ സ്ഥാപനങ്ങൾ ജനറേറ്റർ ഉള്ള സ്ഥലങ്ങളിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിലോ അല്ലാതെയോ സ്ഥാപിക്കുന്നത് കൊണ്ട് അതിനെയൊന്നും അഫക്റ്റ് ചെയ്യാത്ത തരത്തിൽ ഗവൺമെൻറ് എടുത്ത ഒരു ഡിസിഷൻ്റെ പാർട്ടാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ഓർഡറിൽ ഞാൻ കാണിച്ചിരുന്നു 30 kVA ജനറേറ്റർ HTEHTയിലാണെങ്കിൽ പെർമിഷൻ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെയാണ് ഇപ്പോഴിറങ്ങിയ ഈ സർക്കുലറിലും ഉള്ളത്. അതുകൊണ്ട് ഈ കാണിക്കുന്ന ജനറേറ്ററിന് ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല. സംഭവം അങ്ങനെ തന്നെ അല്ലേ എന്ന് ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ്. കാരണം നേരത്തെ ഉള്ളതിൽ നിന്ന് നിയമങ്ങളിൽ വ്യത്യാസമൊന്നും വന്നില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരാൻ എന്താണ് കാരണം? ഇതിൻ്റെ ഒരു വർക്കിംഗിൽ വരുന്ന നമ്മൾ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇവിടെ ഈ ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ kseb പോയാൽ ജനറേറ്റർ ഓട്ടോമാറ്റിക്കലി ഓണാകുന്നു. ആ ജനറേറ്റർ സപ്ലൈ വെച്ചിട്ട് ഈ സോളാർ വർക്ക് ചെയ്യാം. അങ്ങനെ സോളാറും കൂടി വർക്ക് ചെയ്യുന്നു, ജനറേറ്ററും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആവശ്യത്തിന് ലോഡ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന സോളാറിൽ നിന്ന് വരുന്ന സപ്ലൈ എക്സ്പോർട്ട് ചെയ്യപ്പെടും. ഇവിടെ kseb ഇല്ല. അപ്പോൾ ഈ സപ്ലൈ എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ജനറേറ്ററിലേക്ക് ഫ്ലോ ചെയ്യുകയും അതൊരു മോട്ടോർ ആക്ഷനിൽ വർക്ക് ചെയ്യുകയും ആ ജനറേറ്റർ കത്തിപ്പോവുകയും ചെയ്യാം. അതിനുവേണ്ടി അവിടെ ഒരു റിവേഴ്സ് പവർ റിലേ വെക്കണം. ഇങ്ങനെയുള്ള ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് സ്കീമുകൾ വരുമ്പോഴും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും പെർമിഷൻ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മുടെ സേഫ്റ്റി കാര്യങ്ങൾ പലതും നമ്മളിൽ നിന്നും കൈവിട്ടു പോകുന്നുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു തീപിടുത്തമോ അപകടമോ ഉണ്ടാകാതിരിക്കട്ടെ, എല്ലാം നല്ലതിനാണ് എന്ന് ആശിക്കാം. കാരണം പറഞ്ഞല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഒരുപാട് റിലാക്സ്ഡ് ആകുന്നു. നല്ല കാര്യം തന്നെ. ഒരു ഉദാഹരണം, ഈ 50 kWp സോളാറിന് പെർമിഷൻ വേണ്ട എന്ന് നമ്മൾ ഓർഡർ ഇറക്കിയ അന്ന് മുതൽ നമ്മളെ പ്രതിഷ്ഠാപനങ്ങൾ, സോളാർ പ്രതിഷ്ഠാപനങ്ങൾ വളരെ മോശപ്പെട്ടാണ് സ്ഥാപിക്കപ്പെടുന്നതെന്ന് ധാരാളം റിപ്പോർട്ടുകളുണ്ട്. കാരണം പല കോൺട്രാക്ടേഴ്സും അത് പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ ആണെങ്കിൽ ഇതെല്ലാം ഒരു പേപ്പർ വർക്കാണല്ലോ, മിക്കവാറും ഉള്ള എല്ലാം ഒരു പേപ്പർ വർക്ക് മീൻസ് അൺഓതറൈസ്ഡ് വർക്കാണ്. നേരത്തെയും ആ കോൺട്രാക്ടർ തന്നെയായിരിക്കും പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നവർക്ക് കുറച്ചുകൂടെ ധൈര്യമുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോക്കും, അതുകൊണ്ട് അവർ പറയുന്ന ആ വർക്ക് സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടി അഡീഷണലി അവരുടെ കെയർ ഓഫിൽ അത് മൊത്തം ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്നത് പറ്റുന്നില്ല. സോളാർ ഇൻസ്റ്റാളർ എങ്ങനെ വെച്ചോ അത് നോൺ സ്റ്റാൻഡേർഡ് ആയാലും സ്റ്റാൻഡേർഡ് ആയാലും എങ്ങനെയായാലും കണ്ണുമടച്ചതിന് പേപ്പർ കൊടുക്കേണ്ട ഗതികേട് പല കോൺട്രാക്ടേഴ്സിനും ഉണ്ട് എന്ന് ഫീഡ്ബാക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൈവിട്ടു പോകരുത്.
അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കുക. ഈ വിവരമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി തരുവാനുള്ളത്. നിങ്ങൾക്ക് ഈ വിവരം ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് കൂടാതെ പലതരത്തിലുള്ള ടെക്നിക്കൽ വീഡിയോസ്, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ വീഡിയോസും വൈദ്യുതി സുരക്ഷ സംബന്ധിച്ചുള്ള ധാരാളം വീഡിയോസ് ലഭ്യമാണ്. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക്